ഹലോ, അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് പാടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാനും അമ്മും കുഞ്ഞുമാണ് ഉള്ളത്, അന്നൂസും ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയൊക്കെ എടുത്ത് വന്നതാണ്. പിന്നെ ഈ ഒരു അമ്പലം ഞാൻ റീൽസ് കണ്ടപ്പോൾ എനിക്ക് പോകണമെന്ന് തന്നെ ആഗ്രഹം തോന്നി, അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അന്വേഷണം പിന്നെ ഇവിടെ എത്തിയപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുല്ല് വരയ്ക്കാൻ വേണ്ടി. പിന്നെ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. നമുക്ക് എന്തോ ഒരു എന്താ പറയുക, വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ. ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്നത്. ഇത് വലിയൊരു അമ്പലമാണെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മൊത്തത്തിൽ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലവും കൂടിയാണ്. നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഇന്ന് പ്രധാനമായിട്ട് അമ്പലത്തിൽ പോകാൻ കാരണം എൻ്റെ വണ്ടി വാങ്ങിയിട്ട് ഇന്ന് ഒരു വർഷമാകുന്ന ദിവസമാണ്. അപ്പോൾ പിന്നെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഞാൻ വരുമ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 10:30 ദിവസത്തിന് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവനെ അവിടെ ഇറക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വേഗം തന്നെ അവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഭക്ഷണം കഴിപ്പിക്കാറ്. അപ്പോൾ ഇന്ന് ദോശയും പട്ടാണിക്കടലേൻ്റെ കറിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം ഒന്നിച്ചാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ദേവൂസിന് കൊണ്ടുവിടാനായിട്ട് പോയി. അപ്പോൾ ഇന്ന് 10:20 എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിൽക്കേണ്ട വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ 10:30 എനിക്കും എത്തേണ്ടതുകൊണ്ട് ഞാൻ അവിടുന്ന് വേഗത്തിൽ ഇറങ്ങി അവിടത്തേക്ക് പോയി. പരിപാടി എന്ന് വെച്ചാൽ ഒരു യോഗം, ഒരു കുടുംബശ്രീലം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചു. ഞായറാഴ്ച ദിവസം നമ്മളധികം ചിക്കൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ, എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മക്കളെ എല്ലാ പണിയും ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അമ്മ പോകുന്നതിന് മുമ്പ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറിയും ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാണ്ട് കുക്കിങ്ങിൽ ഇറങ്ങിയാൽ പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഴുകി വെച്ച് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം നല്ലപോലെ വൈകിട്ടുണ്ട് കേട്ടോ. 12 ആയിട്ടുണ്ട്. ഇനി വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് കറി വെക്കണം, പിന്നെ ചിക്കൻ കറി വെക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളാണ് കഴുകി വെക്കാനുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ നിരത്തി വെക്കുന്ന കാണുമ്പോൾ ഒരുപാടുള്ളത് പോലെ തോന്നുന്നതാണ്. പിന്നെ ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കഴുകി വെക്കണം. എനിക്ക് കിച്ചൺ പണി പെട്ടെന്ന് എടുത്ത് തീർക്കുന്ന ഇഷ്ടമാണ്. അതായത് നമുക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ മെല്ലെയല്ലേ എടുക്കും. അപ്പോൾ സമയം വൈകിയാൽ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ തീർക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ വേഗം തന്നെ പണി തീർക്കുകയാണ്. കാരണം നമുക്കൊരു 1:30 ആകുമ്പോൾ എല്ലാവർക്കും ഊണ് കഴിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എൻ്റെ ബാക്കി എല്ലാ പണിയും കൂടി കഴിച്ചു വെക്കണം കേട്ടോ. പിന്നെ കിച്ചണൊന്നും ഒതുക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കാമല്ലോ. ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത് കഴുകി വെക്കലാണ് വലിയ പണി കേട്ടോ. അപ്പോൾ പാത്രം കഴുകലാണ് ഈ ഒരു കിച്ചണിൽ നമുക്ക് ഏറ്റവും വലിയ പണി. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് വൃത്തിയാക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണിയാണ്. കാരണം എല്ലാ പാത്രമൊക്കെ ഒതുക്കി വെച്ച് നമ്മൾ സ്റ്റാൻഡും പിന്നെ ഈ ഒരു ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം. പക്ഷെ അത് ക്ലീൻ ആക്കി ഇട്ടാൽ നമ്മളെ കിച്ചൺ കാണാൻ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ദേവൂസ് ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഏത് സമയം ഫ്രിഡ്ജിലാണ് കേട്ടോ. എന്തെങ്കിലും വിശക്കുന്നതെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജാണ് തുറക്കുക. എന്താണെന്ന് എടുക്കാറുണ്ടോ? ഫ്രിഡ്ജിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടാക്കാനില്ല, പിന്നെ എന്തിനാ തുറക്കുന്നത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ വരട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റുകയാണ്. മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളാകെ 3-4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിന് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിടണം. പിന്നെ അമ്മ ഉണ്ട് കേട്ടോ, അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അമ്മ എൻ്റെ ഇടയ്ക്കഥ തേങ്ങ ചിരകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചമ്മന്തിയും പൊടിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി ഉണ്ട്, ചമ്മന്തി പൊടിച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കനും ചമ്മന്തി എന്തോ കോമ്പിനേഷനാണോ എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എനിക്കിപ്പോൾ ഈ സവോള ചെറുതാക്കി സ്ലൈസ് ചെയ്യുന്ന അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും അരിഞ്ഞിടുമ്പോഴും വീതിയായിട്ടാണ് കേട്ടോ വരിക. പിന്നെ അമ്മ ചമ്മന്തി പൊടിക്കേണ്ട തിരക്കിലാണ്, ഞാൻ ചിക്കൻ കറി വെക്കുന്നതിൻ്റെയും തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ പച്ചക്കറികളില്ലേ, ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കാറ്. പലരും പല രീതിയിൽ വെക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഉള്ളി വാട്ടിയിട്ടാണ് വെക്കാറ്, പക്ഷേ ഇപ്പം ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുക. പക്ഷേ രണ്ടും ടേസ്റ്റാണ്. ചിക്കൻ കറി പിന്നെ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ.
അങ്ങനെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് വേണ്ട മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ്. കുറച്ച് വെള്ളമാണ് കേട്ടോ വെക്കുന്നുള്ളൂ. ഈ ഒരു ചിക്കൻ വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ വെക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ എപ്പോഴും വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം ഞാൻ എൻ്റെ ക്ലീനിങ്ങിലേക്ക് കടന്നു. രാവിലെ നമുക്ക് മുറ്റടിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് ഞാൻ മുറ്റടിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ദിവസം മുറ്റടിക്കാൻ വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കരിയിലും കാര്യങ്ങളായിരിക്കും. കാരണം മുറ്റത്ത് ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും അടിച്ചിടാറുണ്ട് കേട്ടോ. പൊതുവെ ഡെയിലി ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുക. പക്ഷെ ഇന്ന് ഞാൻ എല്ലാം നേരെ തിരിച്ചാണ് ചെയ്തത്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ക്ലീനിങ്ങിന് ഇറങ്ങിയത്. അല്ലെങ്കിൽ രാവിലെ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടുമല്ലോ. അപ്പോൾ ഇനി അടുത്ത പണി അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കലാണ്. 2-3 ദിവസമായി നമ്മൾ തുടച്ചിട്ട് എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ സൺഡേ കൂടിയാണല്ലോ, സൺഡേ ആണ് നമ്മളിങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാറ് കേട്ടോ. കാരണം സ്കൂളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നല്ല സമാധാനത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഭാഗവും അടിച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ മൊത്തം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. മുകളിലൊക്കെ തുടച്ചിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തില്ല. നമുക്ക് തുടക്കുന്നതാണെങ്കിൽ ഒരുപാട് ഭാഗമുണ്ട് കേട്ടോ തുടക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യാറ്. ഒരു ദിവസം മുകളിലാണെങ്കിൽ ഒരു ദിവസം താഴെ, അങ്ങനെയാണ് കേട്ടോ. ഇന്ന് ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മൊത്തം ഒന്ന് തുടച്ചിടാണ്. പിന്നെ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ സമയമൊക്കെ വൈകിപ്പോയത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് പണിയൊക്കെ തീർക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.